നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളം സ്നേഹതീരത്ത് ശനിയാഴ്ച പോലീസിനെയും ഹോംഗാർഡിനെയും ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോട്ടറി കച്ചവടക്കാരൻ വാസുവിന്റെ സത്യസന്ധതയിൽ ായ അബ്ദുൾ റഹ്മാൻ ലഭിച്ചത് 51 ലക്ഷം. അനുമോദനവുമായി TN പ്രതാപൻ MLAയും എത്തി. തൃപ്പയാർ നാടകവിരുന്ന സംഘം വീണ്ടും അരങ്ങിലെത്തിച്ച NN പിള്ളയുടെ കാപാലിക എന്ന നാടകത്തിന് നാടകപ്രേമികൾ വൻ വരവേൽപ്പ് നൽകി. വാർത്തകൾ വിശദമായി. തളിക്കുളം സ്നേഹതീരത്ത് ശനിയാഴ്ച പോലീസിനെയും ഹോംഗാർഡിനെയും ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം നമ്പിക്കടവ് പൂരാടൻ ബാബു, നാട്ടിക ബീച്ച് കറുത്തേടൻ രവി എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ RSS പ്രവർത്തകരാണെന്ന് പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് 13 പേരെ കൂടി പിടികൂടാനുണ്ട്. ശനിയാഴ്ച രാത്രിയോടെ സ്നേഹതീരത്തെ മെയിൻ ഗേറ്റിനടുത്ത് മദ്യപിച്ച ഇവർ സഞ്ചാരികളെ ശല്യം ചെയ്യുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസുകാർ ഇവരെ വിലക്കിയിരുന്നു. ഈ സമയം വികലാംഗിയായ യുവതിയുമായി എത്തിയ ബൈക്കിനെ മെയിൻ ഗേറ്റ് കടത്തിവിട്ട പോലീസുമായി ഇവർ വീണ്ടും തർക്കത്തിലേർപ്പെടുകയും പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് ഇവരെ പിന്തുടർന്ന് പിടിച്ചെങ്കിലും വാടാനപ്പള്ളി പോലീസ് എത്തി ജീപ്പിൽ കയറ്റുന്നതിനിടെ മറ്റൊരു സംഘം എത്തി ഗിരീഷ് എന്ന യുവാവിനെ മോചിപ്പിക്കുകയായിരുന്നു. ഇതിനിടെയാണ് പോലീസുകാരനായ ജോസിന് പരിക്കേറ്റത്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരെ തൃത്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ലോട്ടറി വിൽപ്പനക്കാരൻ KR വാസുവിന്റെ സത്യസന്ധതയിൽ അബ്ദുൾ റഹ്മാന് ലഭിച്ചത് 51 ലക്ഷം രൂപ. രാവിലെ ജോലിക്ക് പോകുമ്പോൾ 10 രൂപ അഡ്വാൻസ് നൽകി 5 ടിക്കറ്റ് എടുത്തുവെക്കാൻ അബ്ദുൾ റഹ്മാൻ വാസുവിനോട് ആവശ്യപ്പെട്ടിരുന്നു. വൈകിട്ട് ടിക്കറ്റ് വാങ്ങാൻ പൈസയുമായി എത്തിയപ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ പൌർണമി ഭാഗ്യക്കുറിയായ 51 ലക്ഷം രൂപ അടിച്ച വിവരം ലോട്ടറി കടയുടമ വാസുവിനെ അറിയിക്കുന്നത്. തളിക്കുളം കുന്നത്തുപള്ളിക്കടുത്ത് കുളങ്ങരയകത്ത് അബ്ദുൾ റഹ്മാൻ കൂലിപ്പണിക്കാരനാണ്. ഭാര്യയും 4 പെൺമക്കളുമടങ്ങിയ കൊച്ചു ഓടുമേഞ്ഞ വീട്ടിൽ സമ്മാനമെത്തിയതിൽ കുടുംബാംഗങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ലോട്ടറി വിൽപ്പനക്കാരൻ KR വാസുവിന്റെ സത്യസന്ധതയെ അനുമോദിക്കാൻ TN പ്രതാപൻ MLA നേരിട്ട് കടയിലെത്തിയിരുന്നു. അത് പുരാതനമായി പറഞ്ഞവരൊന്നാണ്. മനുഷ്യന്റെ എല്ലാ ജീവിത വിശുദ്ധിയും പണത്തിന്റെ മേൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് വർദ്ധിച്ചു വരികയാണ്. അതിന്റെ പുറകിലാണ് വളരെ സാധാരണക്കാരനായ നമ്മുടെ നാട്ടിൻപുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വാസുവേട്ടൻ എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൻപുറത്ത് ജനിച്ച വളരെ പാവപ്പെട്ട വളരെ ദരിദ്ര ജീവിത ചുറ്റുപാടിൽ ജനിച്ച് കഠിനാധ്വാനം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും മാത്രം ജീവിച്ചു വരുന്ന വാസുവേട്ടൻ അദ്ദേഹത്തിന്റെ അടുത്തു നിന്നും ഒരു ലോട്ടറി എടുക്കാൻ വേണ്ടി വന്ന ആൾ, അദ്ദേഹത്തിന് ഈ ലോട്ടറി എടുക്കാൻ പൈസ മുഴുവൻ ഉണ്ടായില്ല. ഒരു അഡ്വാൻസ് കൊടുത്തു പോയി. വരുമ്പോൾ ബാക്കി പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും ആ ലോട്ടറിയിൽ പിന്നെ ലക്ഷക്കണക്കിന് രൂപ ലഭിക്കുകയുണ്ടായി. പാസ്വേഡിന് വേണമെങ്കിൽ മറ്റേ വേറെ ഏതെങ്കിലും ലോട്ടറി ടിക്കറ്റ് എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. പക്ഷെ വളരെ സത്യസന്ധമായി ആ കൊടുത്ത അഡ്വാൻസ് കൊടുത്ത ലോട്ടറി കൊടുത്ത ആളുടെ പേരിൽ തന്നെ മാറ്റിവെച്ച് അത് തിരിച്ചു കൊടുത്ത് സത്യസന്ധത കാണിച്ചത് അത്യപൂർവമാണ്. ഈ ലോകത്ത് തന്നെ ഉണ്ടാകുന്ന അപൂർവമായ അനുഭവങ്ങളിൽ ഒന്നാണ്. നാട്ടികളുടെ ഒരു സുഹൃത്ത് ദിനമായി നമ്മൾ ഇന്നലത്തെ ആ ദിനത്തെ കാണണം. ഇത് ലോകമറിയട്ടെ, സമൂഹം മറ്റുള്ളവർ കൂടി മനസ്സിലാകട്ടെ. പണമല്ല വലുത്. മനുഷ്യന് ഈ എന്ത് ഭൗതികമായി നമ്മൾ നേടിയാലും അതൊക്കെ നൈമിഷികമാണ്. അതിനപ്പുറത്ത് ചില വിശുദ്ധികൾ നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞാൽ അതിന് ഒരു വലിയൊരു ഭാവനത്വമുണ്ട്. അത് ലോകം തിരിച്ചറിയും, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം തിരിച്ചറിയുമെന്നറിയാം. വാസുവേട്ടന്റെ ഈ മഹാസത്യസന്ധതയെ എല്ലാവരുടെയും പേരിൽ, നമ്മൾ ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരുടെയും നാടിന്റെ പേരിൽ അഭിമാനത്തോടുകൂടെ വാസുവേട്ടന് ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ പ്രത്യേകം അറിയിക്കുകയാണ്. വാസുവേട്ടൻ കാണിച്ച സത്യസന്ധത ബാക്കി എല്ലാവരും മാതൃകയായി തീരട്ടെ. അതിന് ദൈവം വാസുവേട്ടന് കൂലി കൊടുക്കും. ഇത് കിട്ടിയ VR വിജയൻ, K ദിലീപ് കുമാർ തുടങ്ങിയ നിരവധി കോൺഗ്രസ് നേതാക്കളും വാസുവിന്റെ ആത്മാർത്ഥതയെ പ്രകീർത്തിച്ചു. തൃപ്പയാർ നാടകവിരുന്ന് സംഘാടക സമിതി അവതരിപ്പിച്ച കാപാലിക എന്ന അമേച്ചർ നാടകം തൃപ്പയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച അവതരിപ്പിച്ചു. ഇഷ്ടമല്ല എന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു.
കഴിഞ്ഞിപ്പോ തമിഴായ ചൊവ്വാഴ്ച മിസ്സിക്ക് ചുവന്ന പൂക്കൾ ഇഷ്ടമല്ല പത്തായ. ഓരോരുത്തരും പൊക്കി പിടിച്ച് എഴുന്നള്ളിച്ചോട് നടത്തുന്ന സൗന്ദര്യധാമത്തിന്റെ അസൽ പേര് എന്താണെന്ന് അറിയാം. കഷ്ടിച്ച് 4 അടയം പൗഡറിന്റെ ലിപ്സ്റ്റിക്കിലും റൂഷിലും വശിക്കും കുറച്ചൊരു മഴ പെയ്താൽ ചിരി വഴി ഒളിച്ചിറങ്ങുന്നതാണ് സൗന്ദര്യം. സൗന്ദര്യം അപ്പോ സൗന്ദര്യമെന്നൊന്നില്ലേ? സ്ത്രീയുടെ സൗന്ദര്യം. നാടകാചാര്യൻ NN പിള്ളയുടെ മികച്ച നാടകമായി വേദികൾ കീഴടക്കിയ കാപാലിക എന്ന നാടകം അമച്വർ ആയാണ് തൃപ്യാർ നാടക സംഘം അവതരിപ്പിച്ചത്. മികച്ച അഭിപ്രായവും പിന്തുണയുമാണ് നാടകവിരുന്ന് സംഘത്തിന് കാണികൾ സമ്മാനിച്ചത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം പരിപാടിയുടെ സമാപന സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ നിർവഹിച്ചു. ഈ വർഷം കഴിഞ്ഞ വർഷം വരെ 35 വയസ്സായിരുന്നു പ്രായപരിധിയെങ്കിൽ ഈ വർഷം നമ്മുടെ ഇതിൽ ഗൈഡ് ലൈനിൽ മാറ്റം വന്നിരിക്കുകയാണ്. 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത നമ്മുടെ ലോകത്ത് തന്നെ മാതൃകയായി യുവജനങ്ങൾ മുഴുവൻ ആദരിക്കുന്ന ലോകാരാധനായ വിവേകാനന്ദ സ്വാമിയുടെ 150ാം ജന്മവാർഷികം പ്രമാണിച്ച് ഈ വർഷത്തെ കേരളോത്സവം സംസ്ഥാന ഗവൺമെന്റ് സ്വാമി വിവേകാനന്ദന്റെ പേരിൽ മാറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ച ഒരു കേരളോത്സവം ഏറ്റവും കൂടുതൽ സംഘടിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും സംഘാടനത്തിന്റെ ആവേശവും ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ക്ലബ്ബുകളും അതുപോലെ തന്നെ സംഘടനകളും ഒക്കെ നേരിട്ട് മത്സരിക്കുന്ന ഒരു പ്രാഥമിക മത്സരം എന്നുള്ളവർക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും ഏറ്റവും വലിയ ആവേശവും നിലനിൽക്കുന്നത് ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ്. പിന്നീട് വരുന്ന എല്ലാ തലത്തിലും അത് പ്രദേശ് നാട്ടിക ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, ജനറൽ കൺവീനർ KP സുഗദാസ്, BR വിജയൻ, ശ്രീദേവി ഷൺമുഖൻ, TK പ്രസാദ്, CK ശങ്കരനാരായണൻ, ലിജി നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു.